ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 29, സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ തിരുനാൾ. ജക്കോപ്പ ലാപ്പ ബെനിൻകാസ എന്നിവരുടെ 23ാമത്തെ കുഞ്ഞായിരുന്ന കത്രീന ഇറ്റലിയിൽ സിയന്നായിൽ 1347 മാർച്ച് 23 ജനിച്ചു. സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു. ഒരു കൊച്ചുമുറിയിൽ താമസിക്കാൻ ഭക്തനായ പിതാവ് അവൾക്ക് അനുവാദം കൊടുത്തു. അമ്മ അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. 12ാമത്തെ വയസ്സിൽ ഒരു വിവാഹ ആലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠത്തിമാരുടെ പ്രേരണയനുസരിച്ച് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചിരുന്നു. മൂത്ത സഹോദരി ബെനാബന്ധൂരയുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തകാര്യങ്ങളിലേക്ക് ആകർഷിച്ചു. 18ാമത്തെ വയസ്സിൽ കത്രീന ഡൊമിനിക്കൻ 3ാം സഭയുടെ വസ്ത്രം സ്വീകരിച്ചു. സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ മാത്രം കഴിഞ്ഞിരുന്ന കത്രീന 3 വർഷം കുമ്പസാരക്കാരനോട് മാത്രം സംസാരിച്ചിരുന്നുള്ളൂ. ഘോരമായ പരീക്ഷണങ്ങൾക്കും ഒരശുദ്ധ പരീക്ഷണത്തിനും ശേഷം ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പരിത്യക്തയായി ഭയങ്കരമായി കഷ്ടപ്പെട്ടപ്പോൾ ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു? ഞാൻ നിന്റെ കൂടെ ആയിരുന്നു എന്ന് മറുപടി. എന്ത്? എൻ്റെ ആത്മാവിനെ അലട്ടിയിരുന്ന മലിന സാഹചര്യങ്ങളിലോ? അവൾ ചോദിച്ചു. അതെ, നിനക്ക് അത് അനിഷ്ടമായിരുന്നു. അതാണ് നിന്റെ യോഗ്യത. എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയത്. കർത്താവ് പ്രതിവചിച്ചു. പ്രായച്ചിത്തവും രോഗീ ശുശ്രൂഷകളും അധ്വാനവും കത്രീനായെ രോഗിണിയാക്കി. കത്രീനായ്ക്ക് ധാരാളം ഉൾക്കാഴ്ചകളും വെളിപാടുകളും പഞ്ചക്ഷതവും ഉണ്ടായി. റോമിൽ വച്ച് 33ാമത്തെ വയസ്സിൽ 1380 ഏപ്രിൽ 29 ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു. വിശുദ്ധ കത്രീനെ, ഞങ്ങളും ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ
അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.